ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെൻറ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എത്ര ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉണ്ട്? There are 4 type of CPU scheduling algorithms. ഓക്കെ, 4 ടൈപ്പാണ് ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അൽഗോരിതം വന്നിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് FCFS അൽഗോരിതം. ഇനി സെക്കൻഡ് വൺ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം ആണ്, ഓർ SJF എന്ന് പറയും. ഓക്കെ, തേർഡ് വൺ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ്, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ഇനി ഫോർത്ത് വൺ റൗണ്ട് റോബിൻ, ദാറ്റ് ഈസ് RR ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെ 4 CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് ഉള്ളത്. ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറേ അധികം കൺഫ്യൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ പ്രോബ്ലത്തിന്, അല്ലെങ്കിൽ ഈ അൽഗോരിതത്തിൻ്റെ പ്രശ്നം അതാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പഠിക്കുമ്പോൾ തന്നെ ഓരോ കൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ട് പഠിക്കുക, അതിന് കുറച്ചധികം പ്രോബ്ലംസ് ചെയ്തു പോവുക. നമുക്ക് ആദ്യം FCFS അൽഗോരിതം നോക്കാം. FCFSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദി ഈസിയസ്റ്റ് അൽഗോരിതം എമംഗ് ഓൾ 4 അൽഗോരിതം പ്രസൻറ്റ്. ഓക്കെ, നമ്മളുടെ അടുത്തുള്ള 4 അൽഗോരിതംസിൽ ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ആണ് FCFS അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്. ഇനി വേറൊരു പോയിന്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നെയിം എന്താ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അല്ലേ. നെയിം പറയുന്നത് പോലെ തന്നെ ഇറ്റ് അസൈൻസ് ദ CPU ടു ദി പ്രോസസ് വിച്ച് കംസ് ഫസ്റ്റ്. എന്താ പറയുന്നത്, നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് അറൈവ്സ് ഫസ്റ്റ് വിൽ സെർവ് ഫസ്റ്റ്. ഓക്കെ, ഏത് പ്രോസസ്സാണോ ആദ്യം വരുന്നത് അതായിരിക്കും ഫസ്റ്റ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് പറയുന്നത്. ഇനി വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FCFS ഇസ് നോൺ പ്രിയംപ്റ്റീവ്. ഓക്കെ, ഈ നോൺ പ്രിയംപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നോൺ പ്രിയംപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ചെങ്കിലും ആ പ്രോസസ്സിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ട് CPU വേറൊരു പ്രോസസ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ്, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CPUവിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് ദർ ഈസ് നോ ഫോഴ്സ്ഫുൾ അലോക്കേഷൻ ഓഫ് CPU. ഫോഴ്സ്ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടെർമിനേറ്റ് ചെയ്തിട്ട് മറ്റൊരു പ്രോസസ്സിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് നോൺ പ്രിയംപ്റ്റീവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ അൽഗോരിതം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാവും? പ്രോസസ്സ് തരും, ബേസ്റ്റ് ടൈം തരും, ദെൻ അറൈവൽ ടൈമും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ബേസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബേസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നതാണ് ബേസ്റ്റ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സിമ്പിളായിട്ട് അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, ബേസ്റ്റ് ടൈം ഈസ് ഹൗ മച്ച് ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് ടു ഹാൻഡിൽ എ പെർട്ടിക്കുലർ പ്രോസസ്സ്. ഓക്കെ, ഇനി അറൈവൽ ടൈം എന്താ? ഒരു പ്രോസസ്സ് അറൈവ് ചെയ്യുന്ന ടൈം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോസസ്സ് തന്നിട്ടുണ്ടാവും, കറസ്പോണ്ടിങ് ബേസ്റ്റ് ടൈം ആൻഡ് അറൈവൽ ടൈം. ഓക്കെ, അത്രയും നമുക്ക് തന്നു. ഇനി എന്താ എങ്ങനെയാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ അൽഗോരിതം എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ ആദ്യം നമുക്ക് ഗാന്റ് ചാർട്ട് വരക്കണം അല്ലേ. നിങ്ങൾ ഗാന്റ് ചാർട്ട് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു പാടുമില്ല, ദാറ്റ് ഈസ് ഒരു പണിയുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു പോവാം. ഗാന്റ് ചാർട്ട് വരയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കണം, അത്രയേ ഉള്ളൂ. എന്താ ഗാന്റ് ചാർട്ടിൽ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്താൽ നമ്മുടെ കൊടുക്കുക? അറൈവൽ ടൈം ചെക്ക് ചെയ്യുമ്പോൾ P0 ആണ് 0 മില്ലി സെക്കൻഡിൽ വന്നേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് P0
സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഫസ്റ്റ് അതാണല്ലോ വന്നേക്കുന്നത്. ഇനി പി നോട്ട് എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യും? 5 അല്ലേ, എന്തുകൊണ്ടാണ് ബേസ് ടൈം 5. ഇനി ദെൻ സെക്കൻഡ് P1 ആണ് അല്ലേ, P1 എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യും? ബേസ് ടൈം 3 ആണ്, സോ 5 + 3 8. ഇനി നെക്സ്റ്റ് എന്ത് കൊടുക്കും? P2 കൊടുക്കും അല്ലേ, P2. ഓക്കെ, P2യുടെ ബേസ് ടൈം 8 ആണ്, സോ ഇവിടെ P1 കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് 8ലാണ്, സോ 8 + 8 16. ലാസ്റ്റ് നമ്മൾ ഏതാ കൊടുക്കുക? P3. P3യുടെ ബേസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, 6, ദാറ്റ് ഈസ് കംപ്ലീഷൻ ടൈം അപ്പോൾ 22 ആവും. ഓക്കെ, അത്രയോ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. സോ വെയിറ്റിംഗ് ടൈം ഓഫ് പി നോട്ട് എന്താ വരിക? വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് മൈനസ് അത് അറൈവ് ചെയ്ത ടൈം. ഓക്കെ, സോ ഇവിടെ പി നോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 0ലാണ് ആൻഡ് അറൈവ് ചെയ്തേക്കുന്നതും 0ലാണ്, സോ 0 മില്ലി സെക്കൻഡ് ആണ് പി നോട്ടിൻ്റെ വെയിറ്റിംഗ് ടൈം. ഇനി P1ൻ്റെ വെയിറ്റിംഗ് ടൈം എന്താ വരിക? P1 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന 5ലാണ് ആൻഡ് അറൈവ് ചെയ്തേക്കുന്ന എത്രയിലായിരുന്നു? 1ലായിരുന്നു. ഓക്കെ, സോ 5 - 1 4. ദെൻ P2യുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ P2 സ്റ്റാർട്ട് ചെയ്തത് 8ലാണ് ആൻഡ് അറൈവ് ചെയ്തത് 2ലാണ്, സോ 8 - 2 ദാറ്റ് ഇസ് 6 മില്ലി സെക്കൻഡ്. ലാസ്റ്റ് നമുക്ക് P3 നോക്കാം. P3 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 16 മൈനസ് അറൈവ് ചെയ്തേക്കുന്നത് 3 മില്ലി സെക്കൻഡിലായിരുന്നു അല്ലേ, സോ 3, സോ 16 - 3 = 13 മില്ലി സെക്കൻഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ആവറേജ് വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സം ചെയ്തിട്ട്, ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയ ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം സം ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് അല്ലേ. സോ 0 + 4 + 6 + 13 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് എത്രയുണ്ട്? 4 പ്രോസസ്സ് ഉണ്ട് അല്ലേ, സോ 4. എന്താ വരിക? ആൻസർ എന്താ വരിക? 23 ഡിവൈഡ് ബൈ 4 വരും. ഓക്കെ, 23 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ദ ആൻസർ ഇസ് 5.75 മില്ലി സെക്കൻഡ്. ഓക്കെ, അത്രയായി. നമുക്കിനി ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാം. സോ ടേൺ അറൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ടേൺ അറൗണ്ട് ടൈം ഇസ് ദി ഇൻ്റർവൽ ഫ്രം ദി ടൈം ഓഫ് സബ്മിഷൻ ഓഫ് എ പ്രോസസ് ടു ദി ടൈം ഓഫ് കംപ്ലീഷൻ. ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ടേൺ അറൗണ്ട് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടേൺ അറൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്, ദാറ്റ് ഈസ് ടേൺ അറൗണ്ട് ടൈം ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ഓക്കെ, കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം, അതാണ് ഇക്വേഷൻ. സോ നമുക്ക് ഇനി ഓരോന്നിൻ്റെ, ദാറ്റ് ഈസ് പി നോട്ടിൻ്റെ P1ൻ്റെ അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ടേൺ അറൗണ്ട് ടൈം ഓഫ് പി നോട്ട് എന്താ? പി നോട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ക്യാൻറ്റായിട്ടൊന്ന് ഇവിടെ ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് വരച്ച് വെക്കാം. അതിൻ്റെ അറൈവൽ ടൈം ഒന്ന് മേലെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാമല്ലോ, ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, പി നോട്ടിൻ്റെ കംപ്ലീഷൻ ടൈം എന്താ? 5 അല്ലേ. ഓക്കെ, പി നോട്ടിൻ്റെ കംപ്ലീഷൻ ടൈം 5 - 0, ദാറ്റ് ഈസ് അറൈവൽ ടൈം 0 ആണ്, സോ 5 മില്ലി സെക്കൻഡ് കിട്ടി. ഇനി ടേൺ അറൗണ്ട് ടൈം ഓഫ് P1ൻ്റെ കംപ്ലീഷൻ ടൈം എന്താണ്? 8 അല്ലേ, സോ 8 - അറൈവൽ ടൈം 1, സോ 8 - 1 = 7. ഇനി P2യുടെ കംപ്ലീഷൻ ടൈം വരുന്നത് 16 ആണ് ആൻഡ് അറൈവൽ ടൈം എന്താ വരുന്നത്? 2, സോ 16 - 2 = 14 മില്ലി സെക്കൻഡ്. ദെൻ വരുന്നത് P3യുടെ എന്താ വരുന്നത്? P3യുടെ കംപ്ലീഷൻ ടൈം 22 - അറൈവൽ ടൈം ദാറ്റ് ഇസ് 3, സോ 22 - 3 = 19 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് ടേൺ അറൗണ്ട് ടൈം കാണാം അല്ലേ. ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഇങ്ങനെയാണ് കാണാം, എല്ലാം സമ്മപ്പ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ്. സോ 5 + 7 + 14 + 19 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് 4 അല്ലേ. ഓക്കെ, 4, സോ ഈക്വൽ ടു എന്താ വരിക? 45 ഡിവൈഡ് ബൈ 4 = 11.25 മില്ലി സെക്കൻഡ്. അപ്പോൾ നമ്മൾ ടേൺ അറൗണ്ട് ടൈം കണ്ടു, അത്രയുമായി. അത്രയേ ഉള്ളൂ. ഇനി
സപ്പോസ് നിങ്ങൾക്ക് ഈ അറൈവൽ ടൈം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് പ്രോസസ്സ് തന്നു, വേഴ്സ് ടൈമും തന്നു, അറൈവൽ ടൈമിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടേ ഇല്ല എങ്കിൽ, ആൻഡ് ഇഫ് നിങ്ങൾക്ക് പ്രോസസ്സ് അറൈവ് ചെയ്യുന്ന ഓർഡർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് പ്രോസസ്സ് ഇങ്ങനെ ഒരു അസ്യൂം ചെയ്യുക, ദാറ്റ് ഈസ് P3 P1 P2 P0 അങ്ങനെ ഒരു ഓർഡറിലാണ് പ്രോസസ്സ് അറൈവ് ചെയ്യുന്നതെന്ന് കൂടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക? അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് ഗാൻറ്റ് ചാർട്ട് വരച്ച് നോക്കാം. ഗാൻറ്റ് ചാർട്ട് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഏത് പ്രോസസ്സ് കൊടുക്കും? P3 കൊടുക്കും അല്ലേ? കാരണം ഓർഡറിൽ ഫസ്റ്റ് P3 ആണ് വരുന്നത്. സോ P3 6 എക്സിക്യൂട്ട് ചെയ്തു, ദെൻ P1 കൊടുത്തു, P1 9ൽ കംപ്ലീറ്റ് ചെയ്തു, ദെൻ P2 കൊടുത്തു, P2 എത്രയിൽ കംപ്ലീറ്റ് ചെയ്തു? 17ൽ കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി നമ്മൾ എന്ത് കൊടുത്തു? P0 കൊടുത്തു അല്ലേ? സോ ഇങ്ങനെ അറൈവൽ തരാണ്ട് ടൈം തരാതെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റിൽ SJFും പ്രയോറിറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.